കൊന്ന മരത്തിലെ കൊന്ന പൂമൊട്ടുകൾ കുലകളായി വിരിഞ്ഞതു ഞാൻ എൻ്റെ കണ്ണനോ കണിവെച്ചു. വിളക്കിൽ തിരിവെച്ചു കണ്ണനെ കാണുമ്പോൾ കൊന്ന പൂവഴകുള്ള ചന്തമല്ലേ, കൊന്ന പൂവഴകുള്ള ചന്തമല്ലേ. വിഷു കണി വയ്ക്കുമ്പോൾ മാത്രമാണോ കണ്ണ ഈ നിറച്ചാർത്തെല്ലാം? വെണ്ണക്കുടത്തിലെ വെണ്ണയെടുക്കുമ്പോൾ വെണ്ണ നിറമുള്ള മെനി കണ്ടു ഞാൻ, വെണ്ണ നിറമുള്ള മെനി കണ്ടു. 16,000 പീലി വിടർത്തിയോരഴകിൻ്റെ അരികിലും മയക്കാർ മുകിൽ വർണ്ണനായി കണ്ടിരുന്നു നിന്നെ, മയക്കാർ മുകിൽ വർണ്ണനായി കണ്ടിരുന്നു. കൊന്ന മരമെന്ന പേരുമായി ശാപത്തിൽ കൊന്ന മരത്തിനും മോക്ഷങ്ങളേകി നീ. സ്വർണത്തിനിതളുള്ള കൊന്ന പൂമരമാക്കിയില്ലേ നീ, കൊന്ന പൂമരമാക്കിയില്ലേ. പണ്ടൊരു നാളിൽ നിൻ തിരുനടയിൽ വന്നു തൊഴുതൊരു കുഞ്ഞു മനസ്സിലെ മോഹങ്ങൾ കണ്ടു നീ. പൊന്നരഞ്ഞാണം നൽകിയില്ലേ നീ, സ്വർണ്ണരഞ്ഞാണം നൽകിയില്ലേ. നിർമാല്യ പൂജയ്ക്കായി നിന്നട തുറന്നപ്പോൾ പൊന്നരഞ്ഞാണം കാണുവാൻ കഴിയാതെ കാഴ്ചയിൽ കണ്ടതോ ബാലന്റെ കൈകളിലാടുന്നരഞ്ഞാണം. നീ അണിഞ്ഞിരുന്നരഞ്ഞാണമല്ലേ കണ്ണാ, നീ അണിഞ്ഞിരുന്നരഞ്ഞാണമല്ലേ. കണ്ണന്റെ അരഞ്ഞാണം കട്ടവനെന്നൊരു പേരുമായി ശാപവും ഏറിയ ബാലന്റെ കയ്യിലരഞ്ഞാണം കൊന്നപ്പൂവിതളാക്കിയില്ലേ നീ, സ്വർണ്ണപ്പൂവിതളാക്കിയില്ലേ. മരമായി ഒരു ജന്മമുണ്ടെങ്കിൽ ഞാനതിൽ ഒരു കൊന്ന മരമായി ജനിച്ചിരുന്നു. ഒരു വിഷുക്കണി നാളിൽ നിൻ തിരുമുൻപിൽ അതിലൊരു പിടിക്കൊന്നയായി വന്നിരിക്കും ഞാൻ, അതിലൊരു പിടിക്കൊന്നയായി വന്നിരിക്കും. ആ തിരുവെട്ടത്തിൽ കൊന്ന പൂവഴകായി ഞാൻ നിൻ തിരുമേനിയിൽ നിറം ചാർത്തും, നിൻ തിരുമേനിയിൽ നിറം ചാർത്തും. കൊന്ന പൂവഴകുള്ള നിറം ചാർത്തും. മുൻജന്മ പാപങ്ങളെല്ലാം അകറ്റുവാൻ സ്വർണപ്രകാശത്തെ കണ്ണനു നൽകിക്കൊണ്ടാഗ്രഹ സാഫല്യമേകി ഞാൻ. എൻ്റെ കണ്ണനു വേണ്ടി ഞാൻ പൂത്തു നിൽക്കും കണി കൊന്നയായി പൂത്തു നിൽക്കും. ഹായ്, നമസ്കാരം. എല്ലാവർക്കും നല്ലൊരു വിഷു ദിനാശംസകൾ നേരുന്നു. ഞാൻ സുരേഷ് ബാബു ഉള്ളൂർ. ഞാനിപ്പോൾ എഴുതി വിട്ടത് മാത്രമല്ല പാടി വിട്ടതും
എഴുത്തിൻ്റെ പാട്ടിൻ്റെ രീതി എങ്ങനെ വരുന്നത് അതുപോലെ തന്നെയാണ് എൻ്റെ എഴുത്തും പോകാറ്. കാരണം അപ്പം ഞാൻ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാറുണ്ട്. എങ്കിലും എന്താ വെച്ചാൽ എൻ്റെ രീതി കിട്ടാത്തതുകൊണ്ട് അതിൽ പാട്ടുകാരനൊന്നുമില്ല. പക്ഷെ അതെങ്ങനെയെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയ അതാണല്ലോ ഉള്ളവരുടെ കയ്യിലുള്ള ഒരായുധം. പിന്നെ ഇത് കൊന്നമരം ഭഗവാൻ കൊന്നമരത്തിന് മോക്ഷം നൽകിയതും കൊന്നമരത്തിന് അത്രയും വലിയൊരു ദിവസവും അങ്ങനെ ഒരു ആ പൂത്തിട്ട് ഭഗവാന്റെ മുമ്പിൽ പോയിരിക്കാനുള്ള പൂക്കളായിട്ട് പോയിരിക്കാനുള്ളൊരു ഭാഗ്യം, നല്ലൊരു ദിവസം. അപ്പം നമ്മളും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ, ഞാനും തന്നെ അങ്ങനെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ജന്മം ഉണ്ടോ അങ്ങനെയാണോ എന്നറിയില്ല, അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു പുണ്യമോക്ഷം കിട്ടി എന്നുള്ളതും കൂടിയാണ് ഈ വരികളിൽ പാട്ടുകളിൽ ഞാൻ വ്യക്തമാക്കുന്നത്. പിന്നെ ഞാൻ ഇത് ഒരാൾക്ക് വേണ്ടിയിട്ടാണ്, ഏതൊരാൾക്കും ഒരു ഗുരു ഉണ്ടാവും. ഞാൻ ഗുരു എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഞാൻ എൻ്റെ ഈ എഴുത്തിലേക്ക് നയിച്ച, അതായത് ഞാൻ എഴുത്തുകളുണ്ടായിരുന്നു എനിക്ക്, പക്ഷേ എന്നെ എഴുതാനും വേണ്ടി ഇത് പുറമേക്ക് എനിക്ക് ഇതൊക്കെ അറിയിക്കാനും വേണ്ടി ഒരാൾ സത്യത്തിൽ ഒരു പ്രചോദനം ഉണ്ടായത് ഒരു കാര്യം പറയാം. ഞാൻ വള്ളൂർ ഭഗവതി അമ്പലത്തിൽ നവായജ്ഞം ഉണ്ടായിരുന്നു ഒരു മാസക്കാലം. അപ്പോൾ അന്ന് അതെല്ലാം കഴിഞ്ഞ്, അത് കഴിഞ്ഞിട്ടില്ല, കഴിയാറാണ് ആ സമയത്ത് ലാസ്റ്റ് നമ്മൾ ഭഗവതിയെ പറ്റിയിട്ട് എന്തെങ്കിലും കീർത്തനം എഴുതി കഴിഞ്ഞാൽ അതവിടെ വായിക്കും അവിടുത്തെ ആചാര്യൻ. അപ്പം എന്നോട് പറഞ്ഞു, പിന്നെ ഇവിടെ ഞാൻ ആളെ പറയാം, തുളസി ചേച്ചി എന്നാണ് അവരുടെ പേര്. അവർ പൂന്തോട്ടത്തിൽ വാസുവേട്ടൻ്റെ ഭാര്യയാണ്. പൂന്തോട്ടത്തിൽ വാസുവേട്ടൻ എന്ന് പറഞ്ഞാൽ പാടത്തെ കൃഷിയൊക്കെ ഇറക്കുന്ന ആളും മാത്രമല്ല, കാറ്ററിംഗ് സർവീസ്, അമൃത കാറ്ററിംഗ് സർവീസ് ഉണ്ട് അവർക്ക്. വാസുവേട്ടൻ അറിയാൻ വേണ്ടി പറയാം കേട്ടോ. അവരുടെ ഭാര്യയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ പുറമേക്ക് വലിയ ഇവരെല്ലാം അറിയുള്ളൂ. അപ്പോൾ അവരാണ് എന്നോട് പറഞ്ഞു, ബാബു ഒന്ന് നമ്മൾ ഭഗവതിക്ക് വേണ്ടി 2 വരി എഴുതി കൊടുക്കും ലാസ്റ്റ് ദിവസത്തിലായിരുന്നു. സത്യത്തിൽ ഞാൻ 2 വരി ഭഗവതിയെ പറ്റിയിട്ട് ഞാൻ എല്ലാ ദിവസങ്ങളും ഞങ്ങളവിടെ വിളമ്പാനും കാര്യങ്ങളൊക്കെ പൂട്ടന്ന് ആ ഒരു മാസം എങ്ങനെയെങ്കിലും ഓട്ടങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് കളഞ്ഞിട്ടൊക്കെ പോയിരിക്കും അങ്ങനെ വിളമ്പാനും. അപ്പോൾ നമുക്കെന്നെ തോന്നി തുടങ്ങി 2 വരി എഴുതാം എന്നുള്ളതൊക്കെ മുന്നേ എഴുതി വെച്ചാണ്. പക്ഷേ അവരെന്നോട് പറയുകയും ചെയ്തു. അപ്പോൾ എൻ്റെ ഭാര്യ വണ്ടിയിലുണ്ടായിരുന്നു, അവർ ബാക്കിൽ അവരെന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ ഭാര്യ മൊത്തക്ക് കയറണം, എന്തായാലും നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്, 2 വരി എഴുതിയിട്ടുണ്ട് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു. അപ്പോൾ ഒരു പ്രചോദനം. പക്ഷെ എന്നാലും എഴുതു പറഞ്ഞിട്ട് സത്യത്തിൽ അവരാണ് എന്നെക്കൊണ്ട് ഈ ഒരു എഴുത്തിലേക്ക് സത്യത്തിൽ ഇങ്ങനെ എല്ലാവരിലേക്കും അറിയിക്കാൻ വേണ്ടി. അപ്പോൾ അത് അവരവിടെ സ്റ്റേജിൽ പിന്നെ ആചാര്യൻ പാടിയപ്പോൾ എനിക്ക് തോന്നി, പിന്നെ ആചാര്യൻ എന്നോട് പറഞ്ഞു കേട്ടോ, എന്തായാലും എഴുത്ത് വിടരുത്, പിന്നെ വിടരുത്, അത് എഴുത്തിയും കൊണ്ട് തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഞാൻ ഒന്നും കൂടി ആയി. കാരണം ഇവരിനാൽ, അതായത് നമ്മുടെ തുളസി ചേച്ചിനാൽ ഞാൻ അത് എഴുത്ത് തുടങ്ങിയെന്ന് തന്നെ പറയാം. അത് ആൾക്കാരിലേക്ക് എത്തിക്കാൻ അപ്പോഴാണല്ലോ അറിയപ്പെടുന്നത്, അതിനൊരു പ്രചോദനം. അപ്പോൾ ആ ഒരു സ്റ്റേജിലേക്ക് എത്തിച്ച ആൾ നമുക്കൊരു ഗുരു തന്നെയാണ്. ഒരു ഗുരു എന്ന് പറഞ്ഞാൽ അത് പല വഴികളാണ്. കാരണം നമുക്ക് നല്ല ഒരു വാക്കുകൾ തരുന്ന ആളുകളും നമുക്ക് ഗുരുക്കന്മാരാണ്. ഇത് ഞാൻ ഇവിടെ പറയാൻ കാരണം എന്ന് വെച്ചാൽ അറിയാം, എല്ലാവർക്കും അറിയാം നല്ല വാക്കുകൾ. ചിലർ പറയും ഒരു പടുകുഴിയിൽ കൊണ്ടുപോയി വിട്ടു. ശരിക്കും പറഞ്ഞാൽ ആ പടുകുഴിയിലേക്ക് കൊണ്ടുപോയി വിട്ട ആളെ മറക്കില്ല അവർ. അതും അതിൻ്റെ ഒരു ഗുരു തന്നെയാണ്. പക്ഷെ നല്ല നേർരേഖയിലേക്ക് നയിക്കുന്ന ആളുകൾ അത് നമ്മളെപ്പോഴും മനസ്സിലിരിക്കും. പക്ഷെ അത് നമ്മളിവിടെ തുറന്നു പറയണം എന്ന് എനിക്ക് തോന്നി. ഏതെങ്കിലും സ്റ്റേജ് കിട്ടുമ്പോൾ സത്യം പറഞ്ഞാൽ അതിൽ പറയണം. സ്റ്റേജ് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ചെറിയ സ്റ്റേജുകളൊക്കെ ഇട്ട് ഞാൻ പറയേണ്ടത്. അങ്ങനെ പാടപ്പോൾ പല അവസരങ്ങളുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ പറയണം എന്നൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും സോഷ്യൽ മീഡിയയിൽ പറയുമ്പോഴും അവരും കേൾക്കും, കുറച്ച് നാട്ടിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ കേൾക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഒന്ന്, ഭഗവാനും അവർക്ക് വേണ്ടി. പിന്നെ ഞാനിതിൽ 2 വരി ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഭഗവാൻ ആ കുഞ്ഞിന് പിന്നെ അരഞ്ഞാണ് കൊടുക്കുന്നത്. അത് കൊടുത്തു കഴിഞ്ഞിട്ടില്ല ആ സംഭവം ഞാനിതിൽ എഴുതിയിട്ടുണ്ടായില്ല. പക്ഷെ ഞാൻ ഗുരുവായൂരിലേക്ക് ഇവരായിട്ടൊരു വാടക പോയിട്ടുണ്ടായിരുന്നു, തുളസി ചേച്ചിട്ട്. അപ്പോൾ ഗുരുവായൂർ പോയിട്ട് വന്ന സമയത്ത് ഞങ്ങൾ ഒരു 11:30 അവരെ വീട്ടിലെത്തി. രാത്രി ആറാട്ടുണ്ടായിരുന്നു ഗുരുവായൂരപ്പൻ്റെ. അത് കണ്ടു, ഞങ്ങളെല്ലാം കണ്ട് തൊഴുതു വീട്ടിലെത്തി. അപ്പോൾ ഞാൻ ഇവർക്ക് പാടി കേൾപ്പിച്ചെടുത്തു.
സത്യത്തിൽ അവർക്ക് തന്നെയാണ് കേൾപ്പിച്ചു കൊടുക്കേണ്ടത്. ഞാൻ അവർക്ക് കേൾപ്പിച്ചു കൊടുത്തു. എന്നിട്ട് അപ്പോൾ അവർ പറഞ്ഞു, അയ്യോ ഇതിൽ ഇങ്ങനെ ഒരു ഇതുണ്ട് പറഞ്ഞു, ഭഗവാന്റെ അരഞ്ഞാണം ഒരു കുഞ്ഞിന് കൊടുത്തത്. ഓക്കെ, അപ്പോൾ ഞാൻ പിന്നെ ഇത് പാടി അതിൽ ചേർത്തി, ഞാൻ അതും കൂടി അത് ചേർത്തി. അപ്പോൾ അരഞ്ഞാണം അതിലവിടെ ചേർക്കുമ്പോഴും കൊന്ന മരത്തിൻ്റെ അത് വരണം എന്നുള്ളതിൻ്റെയാണ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്ന് ആയി. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെ ഫേസ്ബുക്കിൽ രാജേന്ദ്രൻ മാഷ് പറഞ്ഞ ആൾ അങ്ങനെ എഴുതി കൊണ്ടുണ്ടായിരുന്നു. അവരൊക്കെ ഒരുപാട് ആൾക്കാർ കമൻറ്റുകളൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഫേസ്ബുക്കിലൊക്കെ, നല്ല നല്ല കമൻറ്റുകളൊക്കെ. അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതൊരാൾക്ക് വേണ്ടിയിട്ടാണ് അടുത്ത പ്രാവശ്യം ഞാൻ വിഷുവിന് പാടി വിടുന്നത് എന്ന്. ഒരു ഗുരുവുണ്ട്, ഗുരുക്കന്മാർ പറഞ്ഞ ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ പഠിപ്പിച്ച മാഷന്മാരും ഗുരുക്കന്മാരാണ് എല്ലാവരും. നല്ല പറഞ്ഞു തരുന്ന ആരാണോ അവരൊക്കെ ഇതിലേക്ക് നയിച്ച ഈ ഒരു എഴുത്തിലേക്കും പാടാനും പാട്ട് എല്ലാവരും നമ്മളെ ഒരു പറയില്ലേ രംഗത്തേക്ക് ഇറക്കാൻ വേണ്ടി. അപ്പോൾ ഞാനതിൽ എല്ലാവർക്കും ഒരു പ്രചോദനം എന്ന് പറയുന്നത്, നല്ല എല്ലാവരോടും എന്തുണ്ടെങ്കിലും അവരോട് ചെയ്താൽ കുഴപ്പമില്ല, അത് നല്ലതാണെന്ന് പറഞ്ഞ് നമ്മൾ ഇറക്കിക്കഴിഞ്ഞാൽ, പല വിഷയങ്ങൾക്കും ഒരു വാക്കിനാൽ ഇറക്കുമ്പോൾ, അത് നമ്മുടെ ഒരു വാക്കിനാൽ ഇറങ്ങുമ്പോൾ അവരെവിടെയെങ്കിലും നല്ലതായിട്ട് എത്തും എന്നുള്ളതും കൂടി നമ്മളെവിടെ നല്ലതായിട്ട് എത്തില്ലെങ്കിലും പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ആ എഴുത്തുകളുടെ പിന്നാലെ നമുക്കൊരു ഹരമായിട്ട് പോകാൻ, നമ്മളെ ഏത് സമയങ്ങളിലും ഓട്ടത്തിൻ്റെ ഇടയിലായാലും നമ്മൾ അതിനൊരു വേറെ ഒന്നിലേക്കല്ലല്ലോ നമ്മളെ കൊണ്ടുപോയിട്ട് പടുകുഴിയിലേക്കല്ലല്ലോ ചാടിക്കുന്നത്. അപ്പോൾ അങ്ങനെ നല്ല നല്ല വാക്കുകൾ ഒരു പ്രചോദനമായിട്ട് എല്ലാവർക്കും കൊടുക്കാനുള്ളൊരു സന്മനസ്സല്ല അവരാൽ എല്ലാവരും അങ്ങനെ ഒരു വാക്കുകൾ പറയുമ്പോൾ ഒരു നല്ലതായിരിക്കുമെന്ന് പറയണം. അങ്ങനത്തെ ആൾക്കാരെ നമ്മളെപ്പോഴും നമ്മൾ പറഞ്ഞിടണമല്ലോ. അതിനൊരു വേദിയും കൂടിയാണ് നമ്മളെ സോഷ്യൽ മീഡിയ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിഷുദിനാശംസകൾ നേരുന്നു. ഞാൻ സുരേഷ് ബാബു ഉള്ളവർ. ഞാൻ വല്ലാതെ ദീർഘിക്കണമെന്നില്ല, ഒരുപാട് ഉണ്ട് പറയാൻ, പക്ഷേ ഒരുപാട് പറഞ്ഞിട്ട് വെറുപ്പിക്കുന്നത് ശരിയല്ലല്ലോ. ശരി.